ആ ആ Once I start singing high, my bass voice will go away. I can sing high. അതോടെ ശ്രുതി ഇവിടെ താഴെ ആ ബേസ് പോവും. അപ്പൊ ആദ്യം ഹമ്മിങ് പാടാതിരുന്ന് അത് പാടാൻ പറ്റും. പിന്നെ നിങ്ങൾ ഹമ്മിങ് കേട്ടു. അല്ല, ഹമ്മിങ് ആണ് ഭയങ്കര തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞിരുന്നു അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പാടാം. ബട്ട് ഇത് once it comes ഇപ്പൊ തിരിച്ച് പിടിക്കാൻ വലിയ പാടായിരിക്കും. സോറി, ഞാൻ ഈ കോക്കസ് ഫിലിംസിന്റെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. മറവുത്തൂർ കനവില് ഈ ഭക്തിഗാനത്തിന്റെ ശ്രേണിയിൽ ഇപ്പോഴും ആഘോഷിക്കുന്ന പാട്ടാണ് കരുണാമയനെ കാവിൽ വിളക്കെ കനിവിൻ നാളമേ അശ്വരരാഗം ഞങ്ങളെ അങ്ങിൽ ചേർക്കണേന്ന് പറയുന്നത്. അത് എന്താ വെച്ചാല് നമ്മൾ ഏത് ജോണറിൽ പോയാലും സാറിനെ ഇട്ട് കഴിഞ്ഞാൽ 4 കാലിലേ വീഴുള്ളൂ. ഏത് ജോണർ കൈകാര്യം ചെയ്താൽ എല്ലാത്തിലും ഒരു മെലഡി ഉണ്ടാവും. ഇപ്പോൾ ഫാസ്റ്റ് നമ്പേഴ്സ് പാടുമ്പോഴും ഒക്കെ സാറിൻ്റെ ഗായകരൊക്കെ ആ രീതിയിലാണ് അത് ചെയ്യുക. പക്ഷെ അതിനകത്തൊരു മെലോഡിയസ് ആയിട്ടുള്ള സാധനം ഉണ്ടാവും. ഇത് നിർബന്ധമാണോ സാറിൻ്റെ ഉള്ളിൽ അങ്ങനെ മെലഡി അങ്ങ് ലയിച്ച് ചേർന്ന് പോയോ? അതെന്താണ്? ലയിച്ച് ചേർന്ന് പോയി. പിന്നെ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് യു കാൻ ഡു വിത്തൗട്ട് മെലഡി. ഫസ്റ്റ് പോയിന്റ്. അത് ഏത് പാട്ട്, ഐ മീൻ വാട്ട് എവർ സോങ് ഇറ്റ് ഇസ്. ഇപ്പം ഈ പടത്തിൽ തന്നെ നമുക്ക് 2024 നമ്മൾക്ക് റിലീസാവുന്ന ഈ പടം നിങ്ങൾ പറയുന്നത് 99 അല്ലേ? 24 ഈ പടത്തിലെടുത്താലും അതേപോലെ ദി മെലഡി കണ്ടന്റ് അത് അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ടു ദി ഓഡിയൻസ് இன்னைக்கு இருக்கிற ജനറേഷൻ ദ വേ ഇറ്റ് ഇസ് പ്രസൻറ്റഡ് ഇസ് ചേഞ്ച്. അത്രയേ ഉള്ളൂ. സ്റ്റിൽ ദ മെലഡി സ്റ്റിൽ റിമെയിൻസ് ദ സെയിം. പാട്ട് ദ സോൾ അങ്ങനെ ഉണ്ട്. അതൊന്നും there's no change. പിന്നെ നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങൾ യു സിങ് ഓൺലി ദ സോങ് വിത്ത് ദ ലിറിക്. ആ ഈണമും ആ ലിറിക് ആ പാട്ടായിട്ടല്ലേ പാടും. പിന്നെ പക്കത്തിൽ വാദ്യങ്ങളൊക്കെ ഇല്ലാതല്ലേ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഉപകരണങ്ങളാണ്. ലൈക്ക് ദേ ജസ്റ്റ് ഹെൽപ്പ് ടു എൻഹാൻസ് ഓർ ദി പ്രസൻറ്റേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബട്ട് പാട്ടായിട്ട് മനസ്സിൽ നിൽക്കുന്നത് ആ ഈണവും ആ കവിതയും അതാണ്. സാറിൻ്റെ മ്യൂസിക്കിൻ്റെ ഉള്ളിൽ ഈ കവിത വരുമ്പോൾ ഏതാണ് പ്രാധാന്യമുള്ളതെന്ന് ചോദിച്ചാൽ നമ്മളേക്ക് ആദ്യം ആകർഷിക്കുന്നത് മ്യൂസിക്കാണ്. അപ്പം നമ്മളതുകൊണ്ടാണ് ലിറിക്സ് ശ്രദ്ധിക്കുന്നത്. സാറ് ആ ലിറിക്സിനെ കേൾക്കാൻ പാകത്തിന് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനെ എൻഹാൻസ് ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷേ ഇതിനെ ഓവർലാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഈ വരികൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. സാറിൻ്റെ എല്ലാ പാട്ടിലെയും വരികൾ സ്പഷ്ടമാണ്. അത് അങ്ങനെ തന്നെ ഏത് മൂഡാണോ വേണ്ടത് ആ മൂഡിനെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള പാട്ടിലും ഇതെല്ലാം നമ്മൾ കേട്ടതാണ്, ഒന്നും ബാക്കിൽ നിർത്തിയിട്ടില്ല. ഇപ്പോൾ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തിൽ വിണ്ണിലെ പൊയ്കയിൽ വന്നിറങ്ങി പൗർണമി എന്ന് പറയുന്ന പാട്ട്, ആ വിണ്ണിലെ പൊയ്കയിൽ നമ്മൾ കൃത്യമായി കേൾക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷേ ആ മ്യൂസിക് ട്രെയിൻ വരുന്ന ആ സാധനത്തിൻ്റെ ഭാഗമായിട്ട് അതിനിടയിൽ ആ പടത്തില് സുവന്നല എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട്. അല്ല, ഈ വിട്ടുകളൊക്കെ ഈ പാട്ടിന് ഇന്നും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ പല്ലവിയുണ്ട്, അനുപല്ലവി, വേറെ നമുക്ക് ചരണമുണ്ട്. ഇതാണ് ഫോമാറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഈ ഇൻ്റർലൂഡ് മ്യൂസിക് ഒക്കെ അതുപോലെ ഈ പാട്ട് പോലെ തന്നെ ഇന്നും ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വിഷയങ്ങളാണ് ഈ ഇൻ്റർലൂഡ്സ്. അപ്പോൾ ഈ ഇൻ്റർലൂഡ്സിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇന്നും കൗതുകം കൂടുന്നുണ്ട്. അത് ആ പാട്ടിനെ കേൾക്കണം, ഇതെന്താണ് ഇത് ഡിഫറെൻ്റ് ആയിട്ട് ഈ പാട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏതോ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നോട്ട് ഔട്ട് ഓഫ് ദി വേ, ആ പാട്ടിലൂടെ ചേരുന്ന വഴിയിലാണ് അത് ഉള്ളത്. സാറ് ബീജിങ് വർക്ക് ചെയ്യുമ്പോഴും ലൈക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സാർ നമുക്ക് ഏകദേശം അറിയാം സാറിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ.
പക്ഷേ സർ വർക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഈ പറയുന്ന കുറെ നമ്മൾ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കുറെ ബിറ്റ്സ് ആൻഡ് പീസസ് അവിടെ ഇവിടെ ഒക്കെ ആഡ് ചെയ്ത് ശരിക്കും നമ്മളെയൊക്കെ വാവ് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിലേക്ക് എത്തിക്കുന്ന കുറെ സാധനങ്ങൾ. ഈവൻ മാരിവില്ലും ഐ തിങ്ക് ദറ്റ് ആ പൊറോട്ട റാപ്പ് സോങ്, ഒരു പൊറോട്ട റാപ്പ് സോങ് ഉണ്ട്, അതൊന്നും നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അതൊക്കെ ഈ സാറിന്റെ തന്നെ സ്പെഷ്യൽ, അല്ലെങ്കിൽ സാറിനെ കൊണ്ട് മാത്രം പറ്റുന്ന കുറെ കാര്യങ്ങളാണ് ഈ ചെറിയ ചെറിയ ബിറ്റ്സിൽ സാർ ആഡ് ചെയ്ത് തരുന്നത്. ഈ കോക്കസ് ഫിലിംസിന് വേണ്ടി എത്ര പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ധാരണയില്ല. 5ഓളം പടങ്ങളാണ് എന്റെ അതെ മനസ്സിലാക്കി അതെ സാർ, എനിക്ക് തോന്നുന്നു നമ്മള് ഒരു മറവത്തൂർ കനവില് മുതലുള്ള പടങ്ങളൊക്കെ സാറ് തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപൂർവരാഗം വരെ എനിക്ക് അതെ, ധാരണയുള്ളതാണ്. അതെ, അതെ. അപൂർവര ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പറയാമോ? നമ്മുടെ കോക്കസ് ഫിലിംസിലെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ദേവദൂതനിലെ പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ആ ഫസ്റ്റ് സിംഫണി ആണ് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ക്യാരി ഓൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. സമ്മറിലെ പാട്ടുകൾ ഇഷ്ടമാണ്, മറവത്തൂരിലെ. സാറിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാല് ഏതോ ഒരു ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എല്ലാ പാട്ടുകളും അതെ ഹിറ്റിന്റെ മാത്രല്ല, ഇതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഇപ്പൊ മാരിവില്ലിന്റെ സോങ്സ് ആണെങ്കിലും ഞങ്ങൾ സെറ്റിൽ പറയാറുണ്ട്, ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പാട്ടാണ് എല്ലാവരുടെയും ഫേവററ്റ്, അടുത്ത പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത പാട്ടാണ് ഫേവററ്റ്. അപ്പൊ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഈ പറയുന്ന പോലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് എന്താ പറയാ, ലൈക്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതുകൊണ്ടിട്ടായിരിക്കും അങ്ങനെ ചൂസ് ചെയ്യാൻ പാടാണ്. കാർത്തികിനെ പാടിപ്പിച്ചിട്ടുണ്ട്. കാർത്തിക് മൂളിപ്പാട്ടും മൂളി മുട്ടിപ്പോണരും കാറ്റ് മുമ്പത്തെക്കാളും സുന്ദരം എന്ന് പറയുന്ന അത് ഭയങ്കര രസമുള്ള ഹമ്മിങ് ആണ്. എനിക്ക് തോന്നുന്നു ആ മൂളൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പാട്ട് കേൾക്കുന്നത്. എല്ലാത്തിലും അങ്ങനെ ഒരു 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 ഞങ്ങളെയൊക്കെ ഹുക്ക് ചെയ്യുന്ന ഒരു സാധനം അതിനകത്ത് ഇട്ടിരിക്കും. സാർ ശരിക്കും മലയാളിയുടെ മനസ്സ് കൃത്യമായിട്ട് വായിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാ പാട്ടുകളിലും ഒരു മലയാളിത്തമുണ്ട്. മലയാളിത്തത്തെ കുറിച്ച് എത്ര ചോദിച്ചാലും സാറ് പറയും അത് എങ്ങനെ വന്നു പോയതാണെന്ന് പറയും. അതാണ് സത്യം. അത് ഉറപ്പാണ്. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഷയം, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. ബിക്കോസ് ഇത് ഈ പാട്ടെന്ന് പറഞ്ഞ് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഇതുവരെ കോക്കസ് ഫിലിംസ് ഇതുപോലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പടം അടുത്ത സിറ്റുവേഷൻ പറയുമ്പോൾ വേറെ പാട്ട് വരും. പക്ഷെ അത് എനിക്ക് മറ്റുമില്ല, എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് വരുന്നത്, അത് ദാറ്റ്സ് എ ഗിഫ്റ്റ്. ആരാരും കാണാതെ ആരോമൽ ടൈം പിന്നെയും പൂവിടും, ഇത് ഞങ്ങളുടെ പാട്ടാണ്. ഞങ്ങൾ വിചാരിക്കും അത് തീർച്ചയായിട്ടും നിങ്ങൾ പാട്ട് തന്നെയാണ്. സാറിന്റെ പാട്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല. അതെ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആരോ കമഴ്ത്തി വെച്ച ഒരു ഓട്ടൂരിൽ പോലെ ആകാശത്താവണി തിങ്കൾ എന്ന് പറയുന്നത് ടിറ്റോ ഞങ്ങളുടെ പാട്ടാണ്. ഇത് എങ്ങനെ സാർ അടിച്ചു മാറ്റിയെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ഭയങ്കര ഒരു സാധനമാണ് സാർ. സാറിന്റെ ഓണപ്പാട്ടുകൾ നമ്മൾ ഒത്തിരി സംസാരിച്ചാലും തീരാത്ത ഓണപ്പാട്ടുകളുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിലൊക്കെയുള്ള മ്യൂസിക്കൊക്കെയാണ് നമ്മൾ ഓണം വരുന്നതുമായി ബന്ധപ്പെട്ട് പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി അതിന്റെ ഇത് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഓണം വന്നു എന്ന് കൃത്യം. അതായത് ഞങ്ങളുടെ ഓണവും കൊണ്ടുവരുന്നത് സാറാണെന്നുള്ളതാണ്. ഈ നമ്മളിപ്പോൾ അന്യ ഭാഷയിലെ ഗായകരെ ഉപയോഗിച്ചിരിക്കുന്നത് സാർ ഭയങ്കര രസമായിട്ടാണ്. മുന്തിരിപ്പാടം പൂത്ത് നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോവാം. വാക്കുകൾ ശരിയല്ലെങ്കിലും നമുക്ക് ആ പാട്ട് തന്നിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. അത് ദിലീപിൻ്റെ പല സിനിമകൾ ഇപ്പോൾ CD മൂസയിലും എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കോമിക് സ്റ്റൈലും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ കോമിക് ഒക്കെ ചെയ്യുമ്പോൾ സാറിന്റെ മനസ്സ് അതേപോലെ കൊച്ചാവോ? സാറ് പഴയ കാർട്ടൂണൊക്കെ ഓർക്കും? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ എന്താ പറയുക, ഇന്നും ഒരു ഉസിരോട് ചെയ്യും ആ പാട്ടുകൾ ചെയ്യുമ്പോൾ. ലൈക്ക് ഇപ്പോൾ CD മൂസ സോങ്സ് എല്ലാം ചെയ്യുമ്പോൾ ആ പടത്തിലെ പാട്ടുകൾ വളരെ കൺഫ്യൂഷനാണ് ആദ്യം. ബിക്കോസ് അതിൽ 4 പാട്ട് അവർ പറഞ്ഞു. ആദ്യം പറഞ്ഞത് 4 songs ആണ്. അപ്പോൾ ഫസ്റ്റ് സോങ് പോലീസ് ഹീറോനെ ചേസ് ചെയ്യും. രണ്ടാമത് പാട്ട് വില്ലൻ ഹീറോவை ചേസ് ചെയ്യും. മൂന്നാമത് പാട്ട് പോലീസും വില്ലനും ചേർന്നിട്ട് ഹീറോவை ചേസ് ചെയ്യും. അപ്പോൾ എല്ലാം ഒരു, ഞാൻ പറഞ്ഞു എല്ലാം ഒരു പാട്ട് തന്നെ. ഒരു പാട്ടിട്ട പിന്നെ അതിന് ബട്ട് വി ട്രൈഡ് ഡിഫറെൻറ്റ് സോങ്സ് ഫോർ ഓൾ ദി സിറ്റുവേഷൻ. അപ്പോൾ അതിൽ എല്ലാവർക്കും പിടിച്ചത് കാടിറങ്ങി ഓടി വരും ഒരു മൂടനായി കാട്ട്. അടിപൊളിയാണ്. அதுவும் கிளாசிக்கலான, அது நல்ல ஒரு கல்யாணியில பண்ண ஒரு பாட்டு. ஆல் எக்ஸ்பெரிமெண்ட்ஸ் ആണ് ബേസിക്കലി, நிறைய എക്സ്പെരിമെന്റ്സ്. അവ இதுக்கு മുമ്പോട്ട് പറഞ്ഞ ഈ രാരവേണു
എല്ലാമേ ഈ പാട്ടുകളൊക്കെ എല്ലാം എക്സ്പെരിമെന്റൽ സോങ്സ് ആണ്. ഈശ്വരൻ്റെ ഒരു കടാക്ഷം. എവറി സോങ് വർക്ക്ഡ് വെൽ വിത്ത് ദ ഫിലിം. ഇറ്റ് ഹെൽപ് ദ ഫിലിം ആൻഡ് ഇറ്റ് സ്റ്റേഡ് വിത്ത് ദി ഓഡിയൻസ്. ദേ ലൈക്ഡ് ഇറ്റ്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിനോട്, അതായത് ഈ പാട്ടിൻ്റെ ഒക്കെ അർത്ഥം ശരിക്കും അറിഞ്ഞിട്ടാണോ മ്യൂസിക് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ചിലരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേലത്ത് ചെമ്പരന്തല്ലേ എന്ന് ചോദിക്കുന്നതിൽ മാറിലെ മായ ചന്ദന പൊട്ട് എനിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അർത്ഥം ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഗിരീഷേട്ടൻ ശരിക്കും കൺവേ ചെയ്തിട്ടുണ്ട്? അത് പറയണ്ട, നിങ്ങൾ എഴുതുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. സാർ എഴുതുന്ന ആളാണ്. അല്ലല്ല, എനിക്കത് വായിക്കാം. മലയാളം എഴുതാനും വായിക്കാനും എനിക്ക് ഐ ഡോണ്ട് നോ ടു റീഡ്, ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഏത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. സാർ ബേസിക്കലി ഇമോഷൻസിനെ നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അതായത് സാറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എന്താണോ കൺവേ ചെയ്യുന്നത് മോർ ദൻ വേർഡ്സ്, സാറിന് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ട ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ട കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എന്താണെന്നുള്ളത് ഈ പറയാതെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കഴിവില്ലേ, അത് ഭയങ്കരമായിട്ട് സാറ് ഗിഫ്റ്റഡ് ആണ്. അല്ല, സാർ കവിയാണ്, പക്ഷേ സാറ് തമിഴിലാണല്ലോ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മലയാളിയുടെ കവിതകൾ അസാധ്യമായിട്ട് സാറ് മനസ്സിലാക്കുന്നു. സാറ് മലയാളത്തിലെ കവിയാണെന്നാണ് ഞാൻ സംഗീതജ്ഞനാണ്, കവിയാണ്. സാറിന് ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ടേ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഹി ഡസന്റ് ഹാവ് എ ലാംഗ്വേജ് ഫോർ ദാറ്റ് മാറ്റർ. മ്യൂസിക്കിന് ലാംഗ്വേജ് ഇല്ല. സാർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സാർ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാട്ടുകൾ പാടിയെങ്കിലും നമുക്ക് ഇവിടെ മലയാളത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിയ പല പാട്ടുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൽ ഹരിശങ്കർ പാടി വാനം ചായും തീരം താരാട്ടും എന്നുള്ള പാട്ട് ഈ ഹരിശങ്കറിന്റെ പാട്ടുകളിലോ ഇല്ലെങ്കിൽ യുവാക്കളുടെ പാട്ട് പ്ലേലിസ്റ്റിൽ കയറി പറ്റിയ പാട്ടാണ്, ആവർത്തിച്ച് കാണുന്നത്. അപ്പോൾ വിദ്യാസാഗർ എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ മുതൽ എന്ന് മുതൽ ചെയ്തു തുടങ്ങി. ഇപ്പോൾ 96 ആണെന്ന് തോന്നുന്നു തുടക്കം. ഇപ്പോഴും ഞങ്ങളുടെ പ്ലേലിസ്റ്റിലൊക്കെ ഉണ്ട്. ഇനി ഒരുപാട് പാട്ടുകൾ പ്ലേലിസ്റ്റിലേക്ക് വരാനുണ്ട്. പക്ഷെ സാറിൻ്റെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നുള്ള പാട്ടുകളിൽ ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ സാർ കേട്ടിട്ടുള്ളത്? ഇപ്പോൾ ഇല്ലെങ്കിൽ 5 സോങ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പറയും സാറേ? ഇപ്പോൾ പിന്നെയും പറയാം. സാർ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന പാട്ടായിരിക്കാം, അത് ഞാൻ ഊഹിക്കുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. സാർ ഒരു 5 പാട്ട് പറഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ റെസ്പോൺസ് കിട്ടിയെന്നോ സാറിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ട്? അല്ല, അങ്ങനെ ഓൾ സോങ്സ് ആർ ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ അതിൽ വ്യത്യാസപ്പെടുത്തി ഞാൻ ഈ പാട്ടാണ് ആ പാട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഐ വിൽ ട്രൈ. എൻ്റെ ഫസ്റ്റ് സോങ് വെണ്ണിലാ ചന്ദനക്കിന്. പിന്നെയും எனக்கு பிடிச்சது வந்து എന്തരോ മഹാനുഭാവം മറന്നിട്ടും എന്തിനോ മനസ്സിൽ തെളിയുന്നു. ചുമ്മാ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്.